മസാലൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഇട്ടൊക്കെ പരിപാടി കേട്ടോ. വൈകുന്നേരം മസാല ഉണ്ടാക്കിച്ചോണ്ട് അവൻ കഴിഞ്ഞിട്ടില്ലേ നല്ല ചൂടാണെന്ന്. അപ്പൊ ഇന്ന് ബിരിയാണിക്ക് ഇന്ന് സലാഡ് ഇതാ ഉള്ള സുർക്കൊള്ളി കുറച്ച് ക്യാരറ്റ് താണ്ടില്ലേ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുഖാചാരിക്കണ്. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ പരമാവധി ഷെയർ ചെയ്യല്ലേ. ഇവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അല്ലേ, അങ്ങനെ സപ്പോർട്ടൊക്കെ വേണം. അപ്പൊ ഷെയർ ചെയ്യാൻ മറക്കല്, ലൈക്ക് ചെയ്യാൻ മറക്കലിട്ടാ. അപ്പൊ ഇന്ന് 9ാമത്തെ നോൽമ്പ് അല്ലേ. അപ്പൊ ഇന്ന് സ്കൂളിൽ ഞാൻ ലുലുവിനെ കൊണ്ടുവരാൻ വരാന്ന് പറഞ്ഞിരുന്നു, കുറച്ച് നേരം വെക്കില്ലേ. അപ്പൊ ലാസ്റ്റ് ആരും ഒന്ന് കൊണ്ടുപോകാൻ തന്നെ ഉമ്മച്ച ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ 3:30 ആയിക്കണ വന്നപ്പോ. നിങ്ങൾ നേരത്തെ ഇട്ടാ? ഞാൻ 3:30 കഴിഞ്ഞിക്കണ്. നിങ്ങളെ 3:30 സ്കൂളിട്ടില്ലേ. പിന്നെ ഇല്ല എങ്ങനെ വന്ന് ലിനു ബസ്സിന്. അപ്പൊ മക്കൾ നമ്മളിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വീട്ടിലെത്തി. അപ്പൊ ഇതിനോട് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ബിരിയാണിയൊക്കെ അവരുടെ അല്ലേ. അപ്പൊ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ചെമ്പട്ടിയിലിട്ടാ. ഇവിടെ അതിൽ കല്ലൊക്കെ കഴിക്കില്ലേ, നല്ല കഴിക്കില്ലേ, എടുത്ത് കഴിക്കാണ്. അവിടെ മസാല ഇവിടെ റെഡി ആയിക്കണ്. കുക്കർ മസാല ഒക്കെ റെഡി ആക്കിട്ടോ. ചിക്കൻ ഇട്ട് കൊടുക്കാണ്ട് ആയിക്കില്ലേ. എന്താ അരി കിട്ടോളാം. അപ്പൊ അതിൽ കല്ല കഴുകി വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്, ഉപ്പിട്ടിങ്ങനെ. ഇവിടെ മസാല റെഡിയാണ്. ഞാൻ നമ്മള് ചിക്കൻ ഇട്ട് കൊടുക്കാണ്ടല്ലേ. ചിക്കൻ ഞാൻ വന്നേരം കൊടുത്തതല്ലേ, അതാണ് മസാല അത് റെഡി ആക്കിയത്. മസാല റെഡി ആക്കി വെച്ച ചിക്കൻ ഇട്ടിട്ട് വേവിക്കാം. അപ്പൊ നമ്മള് വത്തക്ക കൊടുത്തിട്ടുണ്ട്, കട്ട് ചെയ്യാം. ഇന്ന് വത്തക്ക ജ്യൂസ് അടിക്കാൻ പോട്ടാ. അപ്പൊ നമ്മള് 9ാം നോമ്പിന് ഇന്ന് വത്തക്ക ജ്യൂസ്. എന്താ പാട്, മധുരം ഉണ്ടാവും. പ്ലേറ്റ് എടുത്തണോ? പ്ലേറ്റ് ആണ്ട കട്ട് ചെയ്യാം. ജ്യൂസുകളുടെ വത്തക്കയാണിത്. അങ്ങനെ ചെറുതാക്കി വെട്ടുക. ഇങ്ങനെയൊക്കെ എളുപ്പം നടക്കുള്ളൂ പരിപാടി. ഇനി നമ്മൾ മിക്സിയിൽ അടിക്കണം കേട്ടോ. ഞാൻ എടുക്കട്ടെ, ചെറുതാക്കി കട്ട് ചെയ്യട്ടെ. നല്ല പൊടിയിലത്തേക്ക് കണ്ടിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. ഈ തരിതരിലത്തേക്കാണ് മധുരം ഉണ്ടാകുക. നെൽക്കത്ത് മധുരം ഉണ്ടല്ലോ. നമ്മള് ഇങ്ങനെ കഷ്ണം മുറിച്ചാലായിരുന്നു. കഷ്ണം വെട്ടേക്ക വത്തക്ക വേണം. ഇപ്പൊ വത്തക്കൻ്റെ സീസണാണ്. മാങ്ങ പാലായിട്ട് മാങ്ങ ഇറങ്ങി, മുന്തിരി. അപ്പൊ അങ്ങനെ വത്തക്ക കട്ട് ചെയ്തു. നമ്മൾ കുറച്ച് കട്ട് ചെയ്താണ്ട് നമ്മള് വെക്കുന്നുട്ടാ. കട്ട് ചെയ്തേക്കാം. ജ്യൂസ് അടിക്കാത്തത് കഴിക്കാത്ത തിന്നാല്ലോ കേട്ടോ. ഇനി ജ്യൂസ് അടിക്കാതെ നമ്മൾ ജഗ് കിട്ടുവെക്കാം. മസാലൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഇട്ടൊക്കെ പരിപാടി കേട്ടോ. വൈകുന്നേരം മസാല ഉണ്ടാക്കിച്ചോണ്ട് അവൻ കഴിഞ്ഞിട്ടില്ലേ നല്ല ചൂടാണെന്ന്. കുക്കർ മൂടിയേക്കാം, കുക്ക് ചെയ്യാൻ റെഡിയാവും. മസാല ഉണ്ടാക്കി വെച്ചതാ. ചോറ് തിളക്ക് റെഡി ആക്കണേ. മൂച്ചാ പരിപാടി കേട്ടോ. പുറത്തോടെ കുക്കറിൽ ഇത് വേവട്ടെട്ടാ. മസാല ചിക്കനൊക്കെ ഇട്ട് വേവട്ടെ, മൂടിയേക്കാം. മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തമ്മിടല്ലേ ചോറൊക്കെ വെന്തിട്ട് ഊറ്റി വെച്ച് ഇട്ടെടുത്തോളാം. 9ാം നോമ്പിന് ബിരിയാണി ആക്കിട്ടാ. ബിരിയാണി
ഇപ്പോൾ നമ്മൾ കേട്ടെ ഇവിടെ എന്നിട്ട് ഞെട്ടിട്ട് തട്ടി പൊട്ടിയിട്ട് നമ്മൾ ദമ്മിട്ട് കാണ്ട് പൊടികളൊക്കെ ഇട്ട് ആ ക്യാരറ്റ് ഒക്കെ ഉണ്ട് ഇട്ട് കൊടുക്കാം. മസാല പൊടി കട്ടിയില്ലേ? ആ ഇതാ മുന്തിരിയൊക്കെ ഇട്ടോട് വറുത്തച്ചാണ്. ആ ആ നമ്മൾ ദമ്മിടാനുള്ള അണ്ടിയും മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തച്ചിട്ടുണ്ട്. നെയ്യ് ഇട്ട് കൊടുക്കാം. കരിവേപ്പും ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ ചോറ് ദമ്മിട്ടിങ്ങനെ ഉള്ളിക്ക് വറുത്തത് ഇട്ട് കൊടുത്ത് ഇനി മൂടിയാണ്ട് നമ്മൾ കനം വെച്ചാളാ ആ അല്ലേ? മൂടിയൊക്കെ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ 9-ാം നോമ്പിനിട്ടാ ഇത് സ്പെഷ്യൽ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മൂടിയൊക്കെ സുർക്ക ഉള്ളിക്കുള്ള ഉള്ളി ചെറുതാക്കി വെട്ടാണ്. ചെറുതാക്കി കട്ട് ചെയ്തിട്ടോ. സുർക്കള്ളി ഉണ്ടാക്കാം. ഇതാ അരി കട്ട് കൊടുക്കാനുള്ളതാണ്. ഇട്ടോട്ടാ ഉപ്പൊക്കെ ഇട്ടേക്കണേ. ആ ഇന്ന് ഇളക്കി വെക്കട്ടെ. മുളകൊക്കെ ഇട്ടേക്കണേ. ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് ഒന്നും ആദ്യമായിട്ടുള്ളൂ. ഇപ്പം രണ്ടാമത്തെ ഉള്ളി കൂടി ഇട്ട് ചേർത്തെടുത്തതിന്. അപ്പം ഇന്ന് ബിരിയാണിക്ക് ഇന്ന് സലാഡ് ഇതാ ഉള്ള സുർക്കുള്ളി നമ്മൾ ആപ്പിൾ കട്ട് ചെയ്യാം. ആപ്പിൾ ചെറുതാക്കി കട്ട് ചെയ്യാൻ പോണ്. കട്ട് ചെയ്ത് വെച്ചാൽ മതി. ചെറുതാക്കി കിട്ടാനല്ലേ? അത് മതി. അപ്പോൾ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. തരിക്കഞ്ഞി ഉണ്ടാക്കി തുമ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. തുമ്പിച്ചില്ലേ? ആ അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഇട്ടാ. അണ്ടി മുന്തിരിയൊക്കെ ഇട്ട് റെഡിയാക്കി നോക്കെ. അപ്പം നമ്മൾ ബിരിയാണിക്ക് ഇതാ തേങ്ങാ ചമ്മന്തിയില്ലേ? തേങ്ങാ ചമ്മന്തി ഉപ്പിട്ടായിരിക്കും. മുളക് ഇട്ടിക്കണേ. ഉള്ളി സുർക്കട്ടിച്ചു ഞാൻ എടുക്കാം. ഞാൻ അരക്കട്ടെ. അപ്പം ഞാൻ അടിച്ചെടുക്കാം. ജ്യൂസ് അടിച്ച് കഴിഞ്ഞ് നമ്മളേക്ക് ഇതാ ആപ്പിൾ നുറുക്കിയിട്ടിട്ടുണ്ട്. ഐസിങ് കാട്ടിട്ട് കേട്ടാ. ഇനി ഗ്ലാസ് പാര. ചമ്മന്തിയൊക്കെ അരച്ചിട്ടാ. ഇതാ ചെറിയ ജാറിൽ അരച്ചിട്ടുണ്ട്. ഞാൻ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇന്നത്തൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തേങ്ങാ ചമ്മന്തി കേട്ടോ. പാത്രത്തിലാക്കിയിട്ട് മൂടി വെക്കാം. നമ്മൾ ഉള്ളി സുർക്കൻ എടുത്താ. അപ്പോൾ നമ്മളെ ബിരിയാണിക്കുള്ള ഉള്ളി സുർക്കി തേങ്ങാ ചമ്മന്തി ഇട്ടാ. അച്ചാറും അച്ചാർ ഫ്രിഡ്ജിലല്ലേ? ചമ്മന്തി റെഡി. അപ്പോൾ നമ്മൾ നോമ്പറക്കാനുള്ള വെള്ളം ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൊരിക്കടിക്കതാ ഫ്രൂട്ട്സ് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 9-ാം നോമ്പിന് ഇതാണ് നമ്മൾ സ്പെഷ്യൽ ബത്തക്ക ജ്യൂസും പിന്നെ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട്. പൊക്കവടി ഉണ്ട്. ബാങ്ക് കൊടുക്കാൻ കുറച്ചും കൂടി ടൈമുണ്ട്. വെള്ളമൊക്കെ കുടിച്ചോളി. ഇല്ല വെള്ളം കുടിച്ചോ. ബാങ്ക് കൊടുത്തു. നോമ്പ് തുറന്നു. ഇനി നമ്മൾ പൊരിക്കടിക്കുന്ന കേട്ടാ. പൊരിക്കടിക്ക് എടുത്തോളി. ആ പൊക്കവട ചമ്മന്തി എടുത്തോളി. എന്നാ കഴിച്ചൂടെ? അപ്പോൾ നിങ്ങൾ വെക്കട്ടെ. അവിടെ എന്താ അപ്പോൾ ഇതിൽ എരുണ്ടേ?
രസമുണ്ടല്ലേ എരുണ്ട് നല്ല എരുണ്ട്. ജ്യൂസ് ഇട്ടോളി എരുവിനടക്കി ഒന്ന് ഇതിനടുത്ത് ജ്യൂസ് എടുത്തോ കഴിച്ചോളി നാല് അപ്പം എനിക്ക് ആയിക്കോട്ടെ ഒന്നും കിട്ടാ ആപ്പിളും ബത്തക്കൊക്കെ എടുത്തോളി. കരിക്കഞ്ഞി കിട്ടാ ജ്യൂസ് കുടിച്ചോട്ടെ എന്നിട്ട് കുടിക്കാം. ആപ്പിൾ നല്ല മധുരമുണ്ട്. മധുരമുണ്ട് പത്തയ്ക്ക് മധുരമുണ്ട് അല്ലേ? ഇപ്പം ബത്തക്ക നല്ല മധുരം, അപ്പം നല്ല മധുരം. ആ കഴിച്ചോളി നാല്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് നമ്മളിനി ഭക്ഷണം കഴിക്കാം. ഭക്ഷണമൊക്കെ അവരോട് കേട്ടാ. അപ്പോൾ ഇത് സ്പെഷ്യൽ ബിരിയാണിയാണ്. കേൾക്കല്ലേ? ആ ഗുരുവിനിട്ടെടുക്കുക. എന്നാ വെള്ളം കഴിച്ചില്ലേ? ആ സലാഡൊക്കെ വെച്ചാലോ? കിട്ടൂടി ചമ്മന്തി കത്തോളി. എന്താണ് ഓക്കെ അച്ചാറവിടെ ചേർത്തില്ലേ? ആ അച്ചാർ അതാ അവിടെ മേശമ്മ. എന്നാലും ഇനി അതൊന്നു അച്ചാറ് ആർക്ക് അച്ചാറുണ്ട്? ഇനി കഴിക്കുക കഴിക്കാം. കഴിച്ചോളല്ലോ. നമസ്കാരം കഴിഞ്ഞ് നമ്മളിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പരിപാടി കേട്ടോ. അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ കഴിക്കല്ലേ? ആ കഴിക്കാം. ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.